കല്യാണി പ്രിയദർശന്റെ സൗന്ദര്യത്തെപ്പറ്റി അടുത്ത കാലത്തായി ഒരു ആരാധകൻ ചോദിച്ചപ്പോൾ അതിന്റെ സീക്രട്ട് തന്റെ അമ്മയാണെന്ന് പറഞ്ഞു. എന്റെ അമ്മേനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെ അമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന പുഞ്ചിരിയിൽ പൊതിഞ്ഞ ചോദ്യത്തോടെ കല്യാണി മറുപടി പറഞ്ഞത് പലരും കണ്ടതാണ്. ആരാണ് കല്യാണിയുടെ അമ്മ? ആരാണ് ലിസി പ്രിയദർശൻ? എന്താണ് അവരുടെ കഥ? 90കളിലെ യുവത്വത്തെ ഹരം കൊള്ളിച്ച യുവ നടിയായിരുന്നു ലിസി. മോഹൻലാലിന്റെ കൂടെയും മറ്റു പ്രമുഖ നടന്മാരുടെ കൂടെയും ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ച് ജനശ്രദ്ധ നേടിയ സുന്ദരി. മലയാളം കൂടാതെ തെലുങ്ക്, കന്നഡ, തമിഴ് സിനിമകളിലും തന്റെ സാന്നിധ്യം ഈ യുവനടി അറിയിച്ചിരുന്നു. 1982 ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ചിത്രത്തിലൂടെയാണ് ലിസി സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. കേരളത്തിലെ കൊച്ചിയിലെ പഴയങ്ങനാട് പൂക്കാട്ടുപടിയിൽ പാപ്പച്ചൻ എന്ന വർക്കിയുടെയും ഏലിയാമ്മയുടെയും ഏക മകളാണ് ലിസി. ലിസിയുടേത് ഒരു കഠിനമായ കുട്ടിക്കാലമായിരുന്നു. അച്ഛൻ വർക്കി ചൂതാട്ടത്തിന് അടിമയായിരുന്നു. അമ്മ ഏലിയാമ്മ ഒരു വീട്ടമ്മയായിരുന്നു. ചൂതാട്ടത്തിന് അടിമയായ വർക്കി കുടുംബത്തെ പരിപാലിക്കില്ല എന്ന് മാത്രമല്ല, അമ്മയെ മറ്റുള്ളവരുടെ കൂടെ ഉറങ്ങാൻ നിർബന്ധിക്കുകയും ചെയ്തു. അപ്രതീക്ഷിതമായി കുടുംബത്തെ ഉപേക്ഷിച്ചു പോയ വർക്കി വേറെ വഴിയില്ലാതെ ഭർത്താവ് കാട്ടിക്കൊടുത്ത വഴിയിലേക്ക് ഏലിയാമ്മയ്ക്ക് തിരിയേണ്ടതായി വന്നു. അവർ കുടുംബത്തെ നിലനിർത്തുന്നതിനായി ഉപഭോക്താക്കളെ പ്രീതിപ്പെടുത്തുന്നത് തുടർന്നു കൊണ്ടിരുന്നു. അപ്പോഴേക്കും അവർക്ക് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ജോലി അതായി മാറി. തന്റെ മകളുടെ ഭാവി സുരക്ഷിതമാകാനായിട്ട് അവർക്കറിയാവുന്ന ഈ കച്ചവടം തന്നെ തുടർന്നു. വളരെ സുന്ദരിയായിരുന്നു ലിസിയുടെ അമ്മയെന്ന് പറയപ്പെടുന്നു. എന്നാൽ അവരുടെ ചിത്രങ്ങൾ ലഭ്യമല്ല. കൊച്ചിയിലെ പല പ്രമുഖരുടെയും അടുത്ത സുഹൃത്തായി അവർ മാറിക്കഴിഞ്ഞിരുന്നു. ഇതിൽ സിനിമാ ലോകത്തുള്ളവരും ഉൾപ്പെട്ടിരുന്നു. ക്യാമറയ്ക്ക് പുറകിലുള്ള കഴിവുകൾക്കായിരുന്നു അവരെ കാസ്റ്റ് ചെയ്തിരുന്നത്. അതിനാൽ അവർക്ക് തിരശ്ശീലയ്ക്ക് മുന്നിൽ വരാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിലൂടെ ലിസിയുടെ അമ്മ നല്ല കാശുണ്ടാക്കി ലിസിയെ നല്ല സ്കൂളിലും കോളേജുകളിലും അയച്ച് പഠിപ്പിച്ചു. പഠനത്തിൽ വളരെയധികം മിടുക്കിയായിരുന്നു ലിസി. പക്ഷേ ഹൈസ്കൂൾ സമയമായപ്പോഴേക്കും അമ്മയുടെ ഉപഭോക്താക്കൾ ലിസിയുടെ മേൽ കണ്ണുവെച്ചിരുന്നു. ഏലിയാമ്മയുടെ നിർബന്ധപ്രകാരം ലിസി സിനിമയിൽ അഭിനയിക്കാൻ ചുവടുവെച്ചു. അമ്മയുടെ നിയന്ത്രണ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ അതിയായി ആഗ്രഹിച്ചിരുന്നു. നടി സുകുമാരിയും ലിസിയും നല്ല അടുപ്പത്തിലായിരുന്നു. ലിസിയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി അവരെ രക്ഷിച്ചതും അമ്മയോടൊപ്പമുള്ള നാളുകളിൽ സിനിമയിൽ അഭിനയിച്ച മുഴുവൻ പണവും അമ്മയെ ഏൽപ്പിച്ച് സുകുമാരിയുടെ കൂടെ പിന്നീട് ലിസി ചെന്നൈയിൽ താമസിച്ചു. ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാവാം അവർ തന്റെ മാതാപിതാക്കളെ പറ്റി എവിടെയും പറയാത്തതും. ലിസി ശരിക്കും വളരെ ഒരു ശക്തമായ മനസ്സിന് ഉടമ തന്നെയാണ്. തന്റെ ലക്ഷ്യങ്ങളെ കൈവിടാൻ തയ്യാറല്ലാതെ മുന്നോട്ടു പോയി അവർ. 1984 ഇറങ്ങിയ ഓടരുതമ്മാവ ആളറിയാം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് സംവിധായകൻ പ്രിയദർശനുമായി ലിസി അടുക്കുന്നത്. വളരെ നാളത്തെ പ്രണയബന്ധത്തിന് ശേഷം ഡിസംബർ 13, 1990 ലിസിയും പ്രിയദർശനും വിവാഹിതരായി. വിവാഹശേഷം അഭിനയമെല്ലാം അവസാനിപ്പിച്ച് ഒരു വീട്ടമ്മയായി ഒതുങ്ങിക്കൂടാൻ ലിസി തീരുമാനിച്ചു. ഇരുവർക്കും 2 മക്കളുണ്ട്, കല്യാണിയും സിദ്ധാർത്ഥും. 2016 ചെന്നൈ കുടുംബ കോടതി വിവാഹമോചനം അനുവദിച്ചതോടെ ലിസിയും പ്രിയദർശനും 24 വർഷം നീണ്ട ബന്ധം അവസാനിപ്പിച്ചു. ഈഗോയാണ് ഈ ദമ്പതികളെ വേർപ്പെടുത്തിയത്. ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ പിറന്ന പ്രിയൻ ആഗ്രഹിച്ചത് തന്റെ അമ്മയെ പോലെ ഉള്ള ഒരു വീട്ടമ്മയാണ്. അത് ലിസിയിൽ കാണാൻ കഴിയാത്തതാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം പരാജയത്തിലേക്ക് പോയതെന്നാണ് വിലയിരുത്തൽ. കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയും അവരുടെ ഏത് കാര്യത്തിനും ഒന്നിച്ചുണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുമാണ് ഇവർ പിരിഞ്ഞത്.